നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിന്റെ മാനസിക സമ്മർദ്ദത്തിലാണ് മകൾ ജീവനൊടുക്കിയതെന്ന വെളിപ്പെടുത്തലുമായി കാസർകോട്ടെ ഒരമ്മ. പള്ളിക്കര കാരക്കുന്നിലെ ഐജ മരിച്ചതിന്റെ തീരാവേദനയിലാണ് അമ്മ രാധിക. 1 വർഷം കൊണ്ട് പഠിച്ചത് ഇനി 1 മാസത്തിനകം പഠിക്കാൻ കഴിയില്ലെന്ന് ഐജ പറഞ്ഞതോർത്ത് രാധിക വിതുമ്പി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടന്ന ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചത് വലിയ വാർത്തയായി രാജ്യമെങ്ങും ചർച്ചയാകുന്നതിനിടയിൽ പരീക്ഷാ ക്രമക്കേട് കാരണം മകൾ ജീവനൊടുക്കിയതോർത്ത് തീരാ ദുഃഖത്തോടെ കഴിയുകയാണ് പള്ളിക്കര കാരക്കുന്നിലെ കാദംബരി വീട്ടിൽ രാധിക. ആദ്യ പരീക്ഷ നന്നായി എഴുതിയ രാധികയുടെ മകൾ ഐജ ക്രമക്കേട് കാരണം നീറ്റ് പരീക്ഷ റദ്ദാക്കിയതോടെ വീണ്ടും പരിശീലനത്തിനായി കോട്ടയം പാലായിലെ കോച്ചിംഗ് സെന്ററിലേക്ക് പോയിരുന്നു. തുടർന്ന് ജൂൺ 2-ന് ഹോസ്റ്റലിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച് തൊട്ടടുത്ത ദിവസം മരണപ്പെടുകയായിരുന്നു. വീണ്ടും പഠിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് ഐജ രാധികയ്ക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നു. 1 വർഷം പഠിച്ചത് ഇനി 1 മാസം കൊണ്ട് പഠിക്കാൻ കഴിയില്ലെന്ന് ഐജ പറഞ്ഞതോർത്ത് രാധിക വിതുമ്പി. റദ്ദാക്കിയ ദിവസം മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അന്ന് ഫുഡൊന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആക്കി എടുത്തതാണ്. പിന്നെ കുറെ പറഞ്ഞു കുഴപ്പമില്ല, ഇപ്രാവശ്യം കിട്ടിയിട്ടെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷം നോക്കാം നമുക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ 1 വർഷം പഠിച്ചത് ഇനി 1 മാസം കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. 1 വർഷമാണ് ഇതെടുത്തിട്ട് ഞാൻ പഠിച്ചത്, പിന്നെ 1 മാസമേ ഉള്ളൂ, അപ്പോൾ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കുട്ടിക്കും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ നടന്ന സമരം വിജയിച്ചതിൽ സംതൃപ്തയാണോ എന്ന ചോദ്യത്തിന് രാധികയുടെ മറുപടി ഇങ്ങനെ: ഇത്രയും ആൾക്കാർ അവിടെ പോയി കുട്ടികൾക്ക് വേണ്ടി ഇത്രയും ശ്രമിച്ചില്ലേ, അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. പരിപൂർണമായിട്ട് ലഭിച്ചു എന്ന് തോന്നണമെങ്കിൽ ഇനി ഒരു കുട്ടിക്ക് ഇത് വരാതിരിക്കണം, നമ്മത്ര എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റൂ. ഇനിയുള്ള എക്സാമിലും ഒരു കുട്ടിയെങ്കിലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കണ്ടേ. കാസർഗോഡ് പെരിയ ജവഹർ നവോദയയിൽ നിന്ന് 80% മാർക്ക് നേടിയാണ് മരിച്ച ഐജ +2 പാസ്സായിരുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്.